ഹലോ. അപ്പോൾ ഇന്ന് ഡേ 3 ഓഫ് 365 ഡേയ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിൽ ആദ്യമേ മാറ്റം വരുത്തണം എന്ന കാര്യമാണല്ലോ പറഞ്ഞത്. അങ്ങനെ മാറ്റം വരുത്തണം എന്ന കാര്യം പറയുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ചോദ്യം എപ്പോഴും ബാക്കിയാകുമല്ലോ. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ സ്റ്റോറി തന്നെ പറയാം. അത്ര വലിയ സ്റ്റോറി ഒന്നുമല്ല, ഒരു നോർമൽ സ്റ്റോറി തന്നെയാണ്. ഒരു 90% ആൾക്കാർക്കും എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇതെല്ലാം ഒരു ക്രിഞ്ചായിട്ട് തോന്നാൻ നല്ല ചാൻസ് ഉണ്ട്. എനിവേ ഇറ്റ്സ് ഓക്കെ. കൊച്ചിലെ തൊട്ടുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ വീട്ടുകാരുടെ ചിന്ത എന്തായിരുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ LP സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ടാകുന്നത്. വേറൊന്നുമല്ല, വലിയ നിലയിലൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിലെ കൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ചേർക്കുന്നു. പിന്നെ അതൊന്നും നമ്മളെ കൊണ്ടൊക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവർ മലയാളം മീഡിയത്തിൽ കൊണ്ട് ചേർക്കാനായിരിക്കുമല്ലോ പതിവ്. അത് കഴിഞ്ഞ് UP സ്കൂളൊക്കെ ആകുമ്പോഴത്തേക്കിന് നേരത്തെ അത് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർ അതവിടെ ബ്രേക്ക് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി ചേർന്നിട്ട് ഇംഗ്ലീഷിൽ നിന്ന് ചുവന് പഠിച്ചോ അതുമില്ല, എന്നാൽ മലയാളം ചുവന് അറിയാമോ അതുമില്ല. ആ ഒരവസ്ഥയിൽ നിൽക്കുന്നവരാണ് ഒട്ടുമിക്കവരും. അതിൽ നന്നായിട്ട് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേർ ഇംഗ്ലീഷ് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്നത് കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ കൊച്ചുനാൾ നോക്കുവാണെങ്കിൽ ഒരു LP സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പം മക്കൾ ചില കൂടുതൽ പഠിച്ച് നല്ല നിലയിൽ എത്തട്ടെ എന്നൊരു കാര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ കൊണ്ട് ചേർത്തത്. പക്ഷേ റിയാലിറ്റി എന്നാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്ന ചുവന് പഠിച്ചാൽ അതുമില്ല, എന്നാൽ മലയാളം ചുവന് അറിയാമോ അതുമില്ല. ആ ഒരവസ്ഥയായിരുന്നു. പിന്നെ LP ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നതുകൊണ്ട് തന്നെ UPയും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പോയി ചേരുകയും ചെയ്തു. പിന്നെ ഹയർ സെക്കൻഡറി എനിക്ക് തോന്നുന്നത് ആ സമയം വീട്ടുകാർക്കുള്ള ആകെ അറിവ് എന്നാന്ന് വെച്ചായിരുന്നെങ്കിൽ സയൻസ് എടുത്തെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നതായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി സയൻസ് എടുക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അപ്പോൾ കരുതിയിരുന്നു ഇതുപോലെ പഠിച്ച് ജോലിയൊക്കെ എടുത്താലേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നായിരുന്നു. അങ്ങനെ +2 എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും ഒക്കെ പാസ്സായി. പിന്നെ കോളേജ്, ഡിഗ്രിക്ക് പോയാലേ വിലയുള്ളൂ എന്നൊരു സംഭവം എല്ലാവരുടെയും തലയ്ക്കകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ, എല്ലാവരുടെയും കാഴ്ചപ്പാട് ഏകദേശം അങ്ങനെ ആയതുകൊണ്ട് തന്നെ, നമ്മുടെയും തലയ്ക്കകത്ത് അതങ്ങനെ ആയിരുന്നത് കൊണ്ട് തന്നെയും അതിന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കോളേജിൽ എങ്ങനെയോ കിട്ടുന്നു. പിന്നെ അവിടുത്തെ ഫീസ് കാര്യങ്ങളൊക്കെ പറ്റാത്തത് കൊണ്ട് അത് വിടുന്നു. അത് കഴിഞ്ഞ് പിന്നുള്ളൊരു വഴി പോളിടെക്നിക്കായിരുന്നു. ആ സമയം ഉള്ളിൽ എവിടെയോ ഒരു വെളിച്ചം വേണ പോലെ തോന്നി. ഇഷ്ടമുള്ള എടുത്താൽ മതി, അല്ല ശരിയാവില്ല. ആ സമയം വണ്ടിയോടൊക്കെ ഭയങ്കര ഭ്രാന്തായിരുന്നു. ഇങ്ങനെ ഓട്ടോമൊബൈൽ എടുത്തു കൊടുത്തു. ഭാഗ്യം ഭയങ്കരമായതുകൊണ്ട് തന്നെ അത് കിട്ടിയില്ല. കിട്ടിയത് കമ്പ്യൂട്ടറായിരുന്നു. പിന്നെ രണ്ടാമതിന് അതിൻ്റെ പുറകെ ഓടിപ്പിടിച്ചൊക്കെ പോകാൻ വയ്യാന്നത് കൊണ്ട് തന്നെ പിന്നെ അതിന് പോയി അങ്ങ് കയറുന്ന. എന്തായാലും കമ്പ്യൂട്ടറല്ലേ, ഭാവിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടാകുമല്ലോ എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ട് പഠിക്കാമെന്ന് കരുതി എങ്ങനെയൊക്കെ അത് വെച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതി പഠിച്ചു, മുന്നോട്ട് പോയി. പക്ഷേ പറ്റിയില്ല. പക്ഷെ പ്രശ്നങ്ങൾ എന്തായിരുന്നെന്ന് വെച്ചാൽ കൊച്ചുനാൾ തൊട്ട് നമ്മളിങ്ങനെ പഠിച്ച് വരുമ്പോൾ മനസ്സിൻ്റെ ഒരു കോണിൽ പിന്നെ ഓരോ ഇഷ്ടങ്ങളും ഇങ്ങനെ എവിടേക്കോ വളർന്നു വരുന്നുണ്ടായിരുന്നു. കോളേജ് കാലഘട്ടത്തിൽ ഏകദേശമൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ കാര്യം ഭയങ്കരമായിട്ട് കയറി ട്രിഗർ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ആ ട്രിഗർ മനസ്സിനൊരു രീതിയിലൊരു സമാധാനം തരാത്ത അവസ്ഥയിലേക്ക് എത്തി. ഒന്നാമത് എല്ലാവരെ പോലെ മടിയുള്ളത് കൊണ്ട് തന്നെ പഠിക്കാനുള്ളതല്ല ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അവസാനം ഒട്ടും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ലോഡ് ഒരു ഭാഗത്ത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ക്രിഞ്ചാണ്, പക്ഷെ ആ സമയം അത് വലിയ എന്തോ തേങ്ങയായിരുന്നു എന്നുള്ള ധാരണയായിരുന്നു. എന്തിനോ എങ്ങനെയോ തോന്നിയൊരിഷ്ടം. അപ്പോൾ അവിടെ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെ ഭയങ്കര ഡൗണായി പോയൊരു അവസ്ഥ. പക്ഷെ പിന്നീട് ലൈഫിൽ നിന്നിട്ട് ആ പഴയ സാഹചര്യത്തിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് ക്രിഞ്ചായിരുന്നല്ലേ എന്നൊരു തോന്നൽ അതിപ്പോഴും തോന്നും. വേറെ ഒന്നുമല്ല, നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് ഇപ്പോൾ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നം നമുക്ക് ഭയങ്കര വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ പിന്നീട് നമുക്ക് ബോധമായി വരും
ഒരു പ്രശ്നവും അത്ര വലിയ പ്രശ്നമല്ല. സമയം എല്ലാ പ്രശ്നങ്ങളെയും മാറ്റും എന്നത്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ, ഒന്നും ഒരു പ്രശ്നം അല്ല എന്നതും. പിന്നെ അതിൻ്റെ കൂടെ ഈ ഇഷ്ടങ്ങളൊക്കെ കയറി ഉണ്ടാകുന്നൊരു ട്രിഗറും. ഇപ്പം മൊത്തത്തിൽ പിന്നെ ഒട്ടും പറ്റുന്നില്ല എന്നല്ല, കുറേ ചോദ്യങ്ങൾ മനസ്സിൽ. അപ്പം മൊത്തത്തിൽ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരുന്നു. എന്തിനാണ് ഇത്രയും പഠിച്ചത്, എന്തിനാണ് ഇത്ര ഇനി പഠിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും ലൈഫ്, ആ രീതിയിൽ മുന്നോട്ട് പോയാൽ എല്ലാവരും പോകുന്ന ആ സൈക്കിളിൽ തന്നെ ഞാനും പോയില്ലേ എന്നൊരു ചോദ്യം. അപ്പം എൻ്റെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്ന് തോന്നൽ. പഠിച്ച് ജോലിയൊക്കെ വാങ്ങി ആ രീതി മുന്നോട്ട് പോയാൽ ഞാൻ സന്തോഷവാനായിരിക്കുമോ, അങ്ങനെ ഒരു ചോദ്യം. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടായിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ സപ്ലിയും, അങ്ങനെ പഠനത്തിൻ്റെ ഭാരം ഒരു സൈഡിൽ, ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന മനസ്സിന് ബുദ്ധിമുട്ട് വേറെ ഒരു സൈഡിൽ, അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ആ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ജീവിതം കിട്ടാത്തപ്പം ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് വേറെ. അപ്പം ഇതിൻ്റെ എല്ലാം മൊത്തത്തിലൂടെ ആയപ്പോൾ ഒരു 50-50 വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ കുറേ സപ്ലിയും കൂടെ ആയപ്പോൾ മൊത്തത്തിൽ മടുത്തു. അതിൻ്റെ കൂടെ ഒരു തീരുമാനം എടുത്തു, ഇഷ്ടമുള്ള ലൈഫ് ജീവിച്ചാൽ മതി എന്നത്. അപ്പോൾ അവിടുന്ന് അത്രയും വലിയൊരു ഡിസിഷൻ എടുത്ത് ലൈഫിൽ മുന്നോട്ട് പോയി കഴിഞ്ഞ് ലൈഫിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ആ ജോലിക്ക് പോന്നു, ഈ ജോലിക്ക് പോന്നു. പക്ഷേ എന്നിട്ടും അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഇഷ്ടങ്ങളൊന്നും വളർത്താൻ പറ്റാതെ ഒരു പാവം. അതിൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഭയങ്കര വീക്കായിരുന്ന ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഈ ഇഷ്ടങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയിരുന്ന ഒരു ധൈര്യമോ ഒന്നും ഉണ്ടായിരുന്നതും ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയിരുന്നതും ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ തന്നെ വ്യത്യാസം ആദ്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ പോലും ആ കാര്യം ചെയ്യാൻ പറ്റാത്തതിനൊരു കാര്യമുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും അത് മനസ്സിലാകണമെന്നുമില്ല. ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ ഭയങ്കര വീക്കായതുകൊണ്ടായിരിക്കാം ഒന്നും ആവാൻ പറ്റാഞ്ഞത്. ചിലപ്പോൾ അല്ലാത്തൊരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയിരുന്നേനെ. ഇത്രയും നാളും ഒന്നും ആവാൻ പറ്റാഞ്ഞതിന് എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അവിടെ എഫേർട്ടുകൾ ഇടുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ആ എഫേർട്ടിനെ എല്ലാം തടസ്സപ്പെടുത്തുന്ന എന്തോ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ആദ്യം നമ്മളിൽ തന്നെ വേണം മാറ്റം വരുത്തി തുടങ്ങാൻ. അങ്ങനെ നമ്മളിൽ തന്നെ മാറ്റം വരുത്തുമ്പോൾ ആ മാറ്റം നമ്മളിൽ ഉണ്ടായി വരാൻ ചിലപ്പോൾ വലിയ പാടായിരിക്കും. ഞാൻ ആ കാരണം കണ്ടെത്തിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. വേറൊന്നുമല്ല, അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാതെ മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇച്ചിരി ഡെപ്തായിട്ട് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ചിലർക്ക് അങ്ങനൊന്നും ഉണ്ടാവണമെന്നില്ല, ചിലർക്കുണ്ടാവാം. ഇറ്റ്സ് നോർമൽ. എന്തായാലും എനിക്ക് ചുറ്റുപാടുമല്ല പ്രശ്നം, ആ പ്രശ്നം എന്നിൽ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എൻ്റെ ലൈഫിൽ മാറ്റം വന്നു തുടങ്ങിയത്. അത് ഒരിക്കലും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇടപെടുന്ന ആൾക്കാർ, ചുറ്റുപാട്, സാഹചര്യങ്ങൾ, അങ്ങനെ എല്ലാം ബന്ധപ്പെട്ടിരിക്കും അത്. സോ ആരും വലിയവനുമല്ല, ആരും ചെറിയവനുമല്ല. സോ ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ മാറ്റാതെ നമുക്ക് ഒരിക്കലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നതാണ്. കൊണ്ടുവരാൻ പറ്റും, ബട്ട് അത് സർവൈവ് ചെയ്യില്ല. സോ മാറ്റങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ ഇന്ന് പറയാൻ തോന്നി ഇതിനെ പറ്റിയാണ്. അപ്പോൾ ഇനി നാളെ കാണാം. ഓക്കെ, ബൈ. വെയിറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ശകലം ബെറ്റർ ആക്കണമല്ലേ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സൈഡ് ഹസിൽ തുടങ്ങാൻ ഒരു പ്ലാൻ ഇട്ട്. പിന്നെ അടുത്ത കാര്യം എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കംഫർട്ട് സോണിൽ നിന്ന് ചാടുക. കംഫർട്ട് സോൺ മീൻ വീട്, ആ ഒരു സേഫ് സോൺ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരു ചുറ്റുപാട്, അവിടുന്ന് ചാടുക. അവിടുന്ന് ചാടി
വേറെ എവിടെയെങ്കിലും പോയി സർവൈവ് ചെയ്യുക. അപ്പം അങ്ങനെ സർവൈവ് ചെയ്യുന്ന കാര്യം ചിന്തിച്ചപ്പോൾ അത് പറ്റുമായിരുന്നു, ലോണുകൾ കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ. സോ അതിനു വേണ്ടി കൂടിയാണ് ഒരു സൈഡ് ഹസിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനും കൊണ്ടുവന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ മുന്നോട്ടുള്ള സ്റ്റെപ്പ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ.